നവ്യ, ഇപ്പം നമ്മൾ ആ വിവാദപരമായിട്ടുള്ള രംഗങ്ങൾ കണ്ടു. ഒരുപക്ഷെ മലയാള പ്രേക്ഷകർ കുറച്ചും കൂടി പക്വതയാർജിച്ചു. ഇതിനേക്കാൾ പ്രകടമായിട്ട് എന്തെല്ലാം രംഗങ്ങൾ വരുന്നുണ്ട്. അല്ല, അത് പണ്ടും ഉണ്ടായിരുന്നു. ഇപ്പൊ ഇന്നൊന്നും ന്യൂ ജനറേഷൻ സിനിമയിൽ മാത്രമല്ല വൃത്തികേടായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ സെൻഷ്വാലിറ്റിയും സെക്ഷുവാലിറ്റിയും ഒന്നും സിനിമയുടെ ഭാഗമല്ലേ, ഇതൊക്കെ പണ്ടേ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ആളുകൾക്ക് എന്നോടുള്ള അപ്രോച്ച് അങ്ങനെയായിരുന്നു. അത് ഓഡിയൻസിന്റെ കുറ്റമായിട്ടോ. ഒരു കൈ തമിഴിലും നവ്യ നോക്കി ഇല്ലേ? സിനിമ ഒന്ന് കാണാൻ തോന്നുന്നു. ഒത്തിരി നാളായി കണ്ടിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നേ ഇല്ല. ഇതെല്ലാം മറന്നുപോയോ? ഈ സിനിമ തമിഴ് എങ്ങനെ ഓർക്കാനുള്ള അനുഭവങ്ങളൊന്നും നവ്യക്ക് തന്നിട്ടില്ല അല്ലേ? ഇത്ര നല്ല സിനിമയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കന്നഡത്തിൽ ചെയ്തത് പക്ഷേ കുറച്ചാണെങ്കിലും നല്ല സിനിമകളായിരുന്നു, സക്സസ്ഫുൾ സിനിമകളായിരുന്നു. ഒരു സിനിമയിലും ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ടില്ലല്ലോ. ഉപയോഗിച്ച സിനിമയൊക്കെ ഉണ്ട്. കാരണം കണ്ടിന്യൂറ്റി അനുസരിച്ച് വിചാരിക്കുമ്പോൾ കരയാൻ പറ്റും. അതല്ലെങ്കിൽ അങ്ങോട്ട് ഒരു സീൻ മിക്കവാറും ഇമോഷണൽ സീൻ ഇങ്ങനെ അറ്റ് സ്ട്രെച്ച് ഉള്ള ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഗ്ലിസറിൻ വേണ്ടി വരില്ല. പക്ഷെ ഷോർട്ടായിട്ട് എടുക്കുമ്പോൾ വേണം. വെറുതെ അങ്ങനെ എപ്പോഴും കരയാൻ വേണ്ടി എന്താ ഇമോഷണൽ ആയിട്ടുള്ള സീനാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, കരഞ്ഞോളും. അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ. പക്ഷെ സിനിമയിൽ പലപ്പോഴും ക്ലോസ് ഷോട്ട്സ് വേറെ, വൈഡ് വേറെ, മിഡ് വേറെ അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ട്രോളി ഷോട്ട് ഇടുമ്പം ട്രോളിയൊക്കെ സെറ്റപ്പ് ചെയ്ത് വരുന്നവരെ ക്ലോസ് കരഞ്ഞിട്ട് പിന്നിരിക്കുന്ന എനിക്ക് അത്രയും നേരം ഈ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇപ്പോൾ കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ എന്ന് പറയുന്ന സിനിമ പാട്ടിനകത്ത് ഞാൻ കുറേ കരയുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു സൈഡ് മുഴുവൻ മാവ് ഇങ്ങനെ പൂത്ത് നിൽക്കുക. ഞാൻ ഈ ഗ്ലിസറിൻ ഇടും, കരയും. അത് കഴിഞ്ഞ് വീട് ഉപ്പും മാങ്ങയും കൂടെ കൂട്ടിയിട്ട് കഴിക്കും. വീണ്ടും ഷോട്ട് റെഡി എന്ന് പറയുമ്പോൾ ഞാൻ മാങ്ങയും പ്ലേറ്റും അവിടെ വെച്ചിട്ട് വീണ്ടും പോയിട്ട് കരയും. പക്ഷേ അതിൽ തന്നെ ഇതാണ് ബാലാമണി, ഇവളുടെ കൂടെയാണ് ഡിന്നർ, എന്താണ് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സീനുണ്ട്. അത് ആ ഒരു ഒറ്റ ഷോട്ടായിട്ട് ആ സീൻ മുഴുവനല്ല, എന്നാലും അതൊരു ലെങ്തി ഷോട്ടായിരുന്നു. ആ ഡയലോഗ് മുഴുവൻ ഒരു ട്രോളി ഷോട്ട്, വലിയ ഷോട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഈസി ആയിട്ട് ഇമോട്ട് ചെയ്തെടുക്കാൻ പറ്റി. ഇപ്പോൾ രഞ്ജേട്ടൻ ആദ്യമായിട്ട് എന്നെ വിളിച്ച ആ സീൻ തന്നിട്ട് നിനക്കിത് ഒറ്റയടിക്ക് പറയാൻ പറ്റുമോ, നിനക്ക് എന്ത് തോന്നുന്നു? അങ്ങനെ രഞ്ജേട്ടൻ പറയണ എങ്ങനെയാണെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. അത്ര മധുരമായ ശബ്ദത്തിനുടമേ. ഞാൻ ഇമിറ്റേറ്റ് ചെയ്ത് കൊളാക്കുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയിലെ ശബ്ദങ്ങളിലൊന്ന് രഞ്ജേട്ടൻ്റെ ശബ്ദമാണ്. അപ്പോൾ രഞ്ജേട്ടനെ ഒറ്റയ്ക്ക് പറയാൻ പറ്റുമോ? ഞാൻ അപ്പം തന്നെ പറഞ്ഞു പറ്റില്ല. അപ്പോൾ രഞ്ജേട്ടൻ പറഞ്ഞേ പറ്റൂ. ശരി പറ്റും എന്ന് പഠിച്ചു. അങ്ങനെ പഠിച്ചു ഞാൻ. പക്ഷെ അപ്പം എനിക്ക് ഇമോഷണലി എനിക്ക് ഇമോട്ട് ചെയ്യാൻ പറ്റി. കാരണം എനിക്ക് അത് ആ ഒരു ഫീലിലേക്ക്. മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ ടി വി ചന്ദ്രൻ്റെ അടുമ്പൂത്താണ്. അവയ്ക്ക് നല്ല നല്ല സിനിമകൾ കിട്ടി. ടി വി ചന്ദ്രനെയൊക്കെ പിന്നീട് കളിയാക്കിയിട്ടുണ്ട് ഒരുപാട്. ഞാനോ? ചെരുപ്പല്ലേ അത്, ബുക്കില് തമാശ. ചന്ദ്രേട്ടനും അറിയായിരിക്കും. ചന്ദ്രേട്ടൻ കാണാൻ വേണ്ടി ഇരിക്കുക. ദൈവമേ, അല്ല ശരിയാ. എന്നാ പൊട്ടിയ ചെരുപ്പ് നോക്കി കുറെ എയർപോർട്ടിൽ നടന്നു. ഞാനാ പിന്നൊക്കെ ശരിയാക്കിയത്. എന്താണ് കഥ? ഒന്നുമില്ല, എയർപോർട്ടിൽ ചെന്ന് ഞങ്ങളിങ്ങനെ ദുബായിക്ക് പോകണോ? ഞങ്ങൾ ദുബായിക്ക് എന്തോ ഒരു പരിപാടിക്ക് പോവാ. എനിക്ക് അവാർഡ്, എന്തോ ഒരു അവാർഡ് ഫംഗ്ഷൻ തന്നെയാ. ഞങ്ങൾ പോവാ. ടി വി ചന്ദ്രനുണ്ട്. ചന്ദ്രേട്ടൻ ആദ്യമായി ചന്ദ്രേട്ടനെ കാണുന്നതും ഒരു ദുബായിൽ ഒരു ഷോയ്ക്ക് വെച്ചിട്ടാണ്. ഒരു അവാർഡ് നൈറ്റിനോ മലയാളി അസോസിയേഷൻ്റെ എന്തോ പരിപാടിക്ക് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത് ഈ പടത്തിലൊക്കെ അഭിനയിച്ച് കഴിഞ്ഞിട്ട് പോവാ. ചന്ദ്രേട്ടനുണ്ട്, രേവതി ചേച്ചി വൈഫുണ്ട്, ഞാനുണ്ട്, അച്ഛനുണ്ട്, ഞങ്ങളെല്ലാവരും പോവാ. അപ്പോൾ പോവാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എയർപോർട്ടിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എയർപോർട്ടിലൊക്കെ ഇങ്ങനെ ചെളി എന്ന് വെച്ചാൽ ഇങ്ങനെ കറുത്ത എന്തെന്തോ പൊടി പോലെ ഇങ്ങനെ വീണത്. അപ്പൊ എല്ലാരും ഞങ്ങൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ തന്നെ ഇതെന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾ തന്നെ പറഞ്ഞോണ്ട് പോയിക്കൊണ്ടിരിക്കുക. എന്താ കാര്യം, കുറച്ചു മുമ്പ് ചന്ദ്രൻ ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. ഈ ചെരുപ്പ് പൊട്ടിട്ട്, പഴയ ചെരുപ്പ് 2 എണ്ണം ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് വീടിന്റെ ഫ്രണ്ടില്. പുതിയ ചെരുപ്പും അതേപോലത്തെ തന്നെ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളി മാനമായിട്ട് രാവിലെ എണീറ്റ് വന്ന് ഈ പഴയ ചെരുപ്പ് ഇട്ടോണ്ട് ദുബായിക്ക് പോകാൻ വന്നത്. പൊളിച്ചു വരികയായിരുന്നു. ഇതിന്റെ അതിൽ കൂടെ ഓരോരോ പൊടികളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എൻട്രി മുതൽ അങ്ങ് എമിഗ്രേഷൻ കഴിഞ്ഞ് അവിടം വരെ ഫ്ലൈറ്റ് വരെ ഇതിട്ടോണ്ടാ ഞങ്ങൾ പോയത്. വിമാനത്തിന് പൊടിയാക്കി എല്ലാം. നവ്യക്ക് നല്ലൊരു ടൈം പാസ് കിട്ടി. നല്ല ടൈം പാസ് ആയിരുന്നു. പിന്നെ ഈ ചന്ദ്രേട്ടൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണല്ലോ. ഇനി ചെരുപ്പല്ല പൊട്ടിയ ട്രൗസർ കയറിയാലും ചന്ദ്രേട്ടൻ്റെ ഒരു വിഷയമല്ല, പുല്ല് പോലെ നടന്നു പോകും. നവ്യ അങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന സമയത്താണ് നവ്യ വിവാഹിതയാകുന്നത്. ഒരു വലിയ ദുരന്തമൊക്കെ വന്ന പോലെ പറയുന്ന വിവാഹിതയായത്. എന്താ കുഴപ്പം? സ്വാതന്ത്ര്യമാണോ? വലിയൊരു അവസരമായിരുന്നോ? വലിയൊരു ബ്രേക്കായിരുന്നോ? വലിയൊരു സൗഭാഗ്യമായിരുന്നോ വിവാഹം?
എല്ലാമായിരുന്നു. ഈ പറഞ്ഞ എല്ലാ വികാരങ്ങളും അതിലുണ്ടായിട്ടുണ്ട്. ഈ വെള്ളിത്തിരയിലെ സാന്നിധ്യം മുഴുവൻ നഷ്ടപ്പെടുന്നു. അതൊക്കെ നഷ്ടപ്പെട്ടു. അതൊക്കെ എന്നായാലും നഷ്ടപ്പെടുന്ന കാര്യമല്ലേ. കുറച്ചൊന്നും ആലോചിച്ചിട്ടുണ്ടാവില്ലേ? ഒരു ചെറിയൊരു വിമിഷ്ടം, വിവാഹം എന്തായാലും വേണം, പക്ഷേങ്കിൽ ഈ സൗഭാഗ്യങ്ങളെല്ലാം അസ്തമിക്കാൻ പോവുകയാണല്ലോ. അതിനൊക്കെ ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു എന്ന് എന്നേക്കാൾ കൂടുതൽ ബ്രിട്ടാസേട്ടന് തന്നെ അറിയില്ല. എന്നെ അറിയാവുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. കുറച്ച് ദിവസമൊക്കെ നവ്യ കരഞ്ഞു എന്ന് ഒരാൾ പറഞ്ഞു. നവ്യ കരഞ്ഞു എന്ന് പറയുന്ന ഒരു വലിയ വിഷയമാണെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പം ഫുൾ ടൈം കരച്ചിലാണ്. 2-3 സിനിമയും കൂടെ കഴിയട്ടെ, ഒരു 2-3 വർഷം കൂടെ കഴിയട്ടെ. അങ്ങനല്ല, ചുമ്മാ ഈ ഇതിനകത്തുള്ളവരൊക്കെ തന്നെയാണ് കല്യാണമെന്ന് അറിഞ്ഞപ്പോ തൊട്ട് വിളിച്ചു പേടിപ്പിക്കാൻ തുടങ്ങി. വേണ്ട, നീ വെറുതെ പണി കിട്ടും, വേണ്ട, സൂക്ഷിച്ചു വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എനിക്കും പേടിയായി തുടങ്ങി. ഈശ്വര, ഇനി വല്ല പ്രശ്നമാവുമോ, ഇപ്പോഴേ വേണ്ടേ. പക്ഷേ മെൻ്റലി പ്രിപ്പയർഡ് ആയിരുന്നു ബ്രിട്ടാസേട്ടാ. എനിക്കങ്ങനെ വലിയ വിഷമമൊന്നും തോന്നിയൊന്നുമില്ല. കാരണം സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന മുതുകുളത്താണ്. എൻ്റെ അച്ഛനും അമ്മയും വളരെ നോർമലായിട്ട്, ഇപ്പോൾ ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യും. കുക്ക് ചെയ്യത്തില്ല. സന്തോഷ് പിന്നെ നവ്യയുടെ സിനിമകളൊക്കെ കണ്ടിരുന്നോ? ചേട്ടൻ കല്യാണത്തിന് മുമ്പൊന്നും കണ്ടിട്ടില്ല. ഐ മീൻ എന്നെ പെണ്ണ് കാണാൻ വരുന്ന സമയത്തൊന്നും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല, കണ്ടില്ല എന്ന് പറഞ്ഞാണോ? അല്ലല്ല, അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോയി സംസാരിച്ചൊക്കെ വളരെ ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെ ആൾ എങ്ങനെയുണ്ടെന്നൊന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈവറിൻ്റെ അടുത്ത് പറഞ്ഞ് എല്ലാ CD മേടിപ്പിച്ച് കണ്ടു. അങ്ങനെ നന്ദനമൊക്കെ കണ്ടു എന്ന് പറഞ്ഞു. പക്ഷെ നന്ദനം ഒരു പ്രാവശ്യം കല്യാണം കഴിഞ്ഞ് വീട്ടിൽ TV-യിൽ നന്ദനം വന്നപ്പോൾ ഞാനിങ്ങനെ നന്ദനം അവിടെ ഇങ്ങനെ ഓണായി കിടക്കുക, സിനിമ ഇങ്ങനെ ഓണായി കിടക്കുക. അപ്പോൾ ഞായറാഴ്ച അപ്പോൾ ഉറക്കത്തിൽ നിന്ന് സന്തോഷ് ചേട്ടൻ ഇന്ന് ഞായറാഴ്ച ഒരുപാട് ഉറങ്ങും. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ട് സന്തോഷം ഇങ്ങനെ ഇതേതാ പടം ചോദിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി ഇതൊന്നും കണ്ടിട്ടില്ല എന്ന്. ഞാൻ മുന്നേ സത്യം പറ, ചേട്ടൻ കണ്ടിട്ടുണ്ടോ? അല്ല, ഞാനിങ്ങനെ വെറുതെ ഫാസ്റ്റ് ഫോർവേഡൊക്കെ യുനോ ഐ ജസ്റ്റ് ഡിഡ് ലൈക്ക് ദാറ്റ്. അപ്പം എനിക്ക് മനസ്സിലായി കണ്ടൊന്നുമില്ല. പിന്നെ വല്ല കുഴപ്പക്കാരിയാണോന്ന് അറിയാൻ വേണ്ടിയൊക്കെ കണ്ടതായിരിക്കാം.